ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു. അത് വിവോ V20യുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ പിന്നിൽ ആക്ച്വലി കുറേ കഷ്ടപ്പാടുകളും മറ്റുമൊക്കെ ഉണ്ട്. ഒരു 4-5 ദിവസത്തെ കഷ്ടപ്പാടിലാണ് ആ ഒരു വീഡിയോ വന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ടൊന്നും പോയില്ല. പക്ഷേ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് എസ്പെഷ്യലി ഡബ് ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്റ്റുഡിയോയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ആ ഒരു യാത്രയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എറണാകുളത്തെത്തി. എറണാകുളത്ത് പനമ്പള്ളി നഗറിലുള്ള വിസ്മയ സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഡബ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവരാണ് നമ്മളുടെ ഇങ്ങോട്ട് അടുത്തോട്ട് കാണത്തില്ല. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മളുടെ ആ ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ. ഷോർട്ട് ഫിലിം എന്ന് പറയണോ ആഡെന്ന് പറയണോ? ആഡ് ഫിലിം എന്ന് പറയാം. അപ്പോൾ ഇത് അബിനാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. അബിൻ കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അബിൻ്റെ വർക്കിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇത് അനിൽ വിജയ്, ഇദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമറ ലീഡ് ചെയ്തത്. പിന്നെ ഇവരെ കൂടാതെ വേറെ 3-4 പേരും കൂടെ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പോയ സമയത്ത് ഞാൻ ക്യാമറ കൊണ്ടുവന്നില്ല ഷൂട്ട് ചെയ്യാനെന്നുള്ളത് ഒരു നഷ്ടമായിപ്പോയി. നമ്മൾ പോയ ലൊക്കേഷനും ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇടുക്കിയിൽ ഏതായിരുന്നു സ്ഥലം? ചതുരംഗപ്പാറയും പിന്നെ പൂപ്പാറ, ശാന്തമ്പാറ, ആ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഇത് ആക്ച്വലി ഷൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആർട്ട് ഫിലിമും അതേപോലെ തന്നെ ആദ്യത്തെ ഡബിങ് സ്റ്റുഡിയോയും കയറാം. യെസ്, ഏരീസ് വിസ്മയ മാക്സ് സ്റ്റുഡിയോസ് അല്ലേ? കിരീടം, പിന്നെ ഡാം 999, ഇന്ത്യസ് ഫസ്റ്റ് 3D. അപ്പോൾ ഇവിടെ ഡബിങ് മാത്രമേ ഉള്ളൂ? സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ കംപ്ലീറ്റ് ഉണ്ട്. ലാലേട്ടൻ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. യെസ്, ഇതാണല്ലേ സ്റ്റുഡിയോ? ഇവിടെ ഇപ്പോൾ കുറേ സ്റ്റുഡിയോസ് ഉണ്ടോ? കീപ് സൈലൻസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഒരു ക്യാമറ വ്ളോഗ് ചെയ്തുകൊണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഹായ്, എന്താ പേര്? സുബൈർ. അടിപൊളി. ഇതേ നമ്മുടെ വീഡിയോ. ഞാനിത് ആക്ച്വലി ഇപ്പോഴാണ് അത് ആദ്യമായിട്ട് കാണുന്നത്. ഫോർ പ്രിവ്യൂ. പ്രിവ്യൂ ആരെങ്കിലും കയറി ഉപയോഗിക്കും അങ്ങനെ കേട്ടല്ലേ? അത് ശരി. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇവിടെ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഒന്ന് കാണട്ടെ. അപ്പോൾ ഈ മ്യൂസിക് ഒക്കെ ചെയ്യിപ്പിച്ചതാ? അടിപൊളിയാണല്ലോ. ശരിക്കും ഞാൻ മറ്റേ സിനിമക്കകത്ത് സലീം കുമാർ തിയേറ്ററിനകത്തിരുന്ന് കണ്ട് കോരിത്തിരിക്കുന്ന പോലെ ഞാൻ ഇവിടെ ഇരുന്ന് കോരിത്തിരിച്ചു കേട്ടാ. പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ആളാണ് നമ്മുടെ ഈ മൂവി ഡയറക്റ്റ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹമാണ് അതിൻ്റെ ക്യാമറ സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ ഒക്കെ എഡിറ്റ് വന്നിട്ടാണ് അതൊക്കെ ഫൈനൽ പോകുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന വിഷ്വൽസ് കാണിച്ചത് ഓക്കെ അല്ലേ? ബാക്കി ഭാഗം നമ്മൾ ഡബ് ചെയ്താൽ പോരെ? വോയിസ് ഓവർ അതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് കയറി കിടക്കും. നമ്മൾ നല്ല സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ അപ്പോൾ ഡബിങ്ങിന് പോവാണ്. അപ്പോൾ ഞാൻ കയറട്ടെ? എന്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ. ഇതെങ്ങനെ കയറുന്നത്? ഇതിലാണോ? എവിടെ? അപ്പുറത്ത് വിടാ? ഓ അത് ശരി. ചിരിക്കണ്ട. അപ്പൊ ഇതാണ് ഡബിങ് സ്റ്റുഡിയോ. യെസ്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? ഇവിടെ നമുക്ക് വിഷ്വൽ കുറച്ച് വലുതായിട്ട് കിട്ടും. ഓക്കെ. നമ്മുടെ ഹെഡ്ഫോൺ ഇവിടെ നമ്മളവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഓഡിയോ നമ്മൾ ഹെഡ്ഫോണിൽ തരും. അത് കേട്ടാണ് നമ്മൾ വീണ്ടും ഡബ് ചെയ്യുന്നത്. അത് കേട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി? അതെ. ആണല്ലേ? ഇതാണ് പൊസിഷൻ. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻ തരും. അപ്പോൾ നമ്മുടെ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ഡബ് ചെയ്യണം. അടിപൊളി. അപ്പോൾ ഇത് ഞാൻ ചെവിയിൽ വെക്കണം. അതെ. എന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെയൊക്കെ പറയണം അല്ലെ? അതിനകത്ത് കേൾക്കുന്ന പോലെയൊക്കെ പറയണം. അതെ. നമ്മൾ ഫുൾ ആയിട്ടല്ല, കുറേശ്ശെ ഓരോ സെഗ്മെന്റ് ആയിട്ടാണ് എടുക്കുക. ശരി, നോക്കാം അല്ലേ? കേക്കാം. മനസ്സിലായില്ല. എന്താ നിങ്ങളുടെ വ്ളോഗിന് ഷൂട്ട് ചെയ്ത് തരണോന്ന്?
അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ക്യാമറ ഇവിടെ ഓണാ. നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആ ഡയലോഗ് തൊട്ട് എടുക്കാം. എനിക്കിവിടെ ഡയലോഗ് എഴുതി കിട്ടിയായിരുന്നു ഒന്നുകൂടെ നല്ലതായിരുന്നു. അല്ല, ഒരു പേടിയും വേണ്ട, ഒരു സെന്റൻസ് കാണാതെ പറയാൻ അറിയാലോ. അത് പറയാം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് കേൾക്കാം. പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടുകൂടിയാണ് കേരളം. നാട് കൂടിയാണ് എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്യാം, കാരണം ഞാൻ മുമ്പിലുള്ള ഡയലോഗ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നാടാണ് കേരളം, അങ്ങനെ ആക്കാം. എന്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടുകൂടിയാണ് കേരളം. എൻ്റെ ഓരോ യാത്രയിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. ശരിയായോ? ഫീൽ പറയണം, കുറച്ചുകൂടെ ഫീൽ. ശരി, ഒന്നെടുത്ത് നോക്കാം അല്ലേ? ആ, എന്റെ ഓരോ യാത്രകളിലും അങ്ങനെ ഒരു മോഡുലേഷൻ ഒക്കെ കൊടുത്താൽ കുറച്ച് ഭംഗിയാവും. എന്റെ ഓരോ യാത്രകളിലും ഓരോരോ. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് എനിക്ക് അയക്കുമോ? എന്റെ ഫോണിൽ തന്നേക്കാവോ? അപ്പൊ എനിക്ക് അതപ്പോ എനിക്കൊന്ന് നോക്കാൻ എളുപ്പം ഉണ്ടാവും. ഇത് മുട്ടം പണിയാട്ടാ. 2 മിനിറ്റ് കഴിയുമ്പോ നിങ്ങള് സെറ്റ് ആവല്ലേ? ആണോ? ശരി. എന്തായാലും ഇത് ചെയ്യുന്ന ആൾക്ക് വേണ്ട ശ്രമ എന്തായാലും ഇപ്പൊ മനസ്സിലായി കേട്ടോ. പറയാം. റെഡി? ഓക്കെ. എൻ്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. കേൾപ്പിക്കാം. അവിടെ പിന്നെ തുടക്കമല്ല, അപ്പൊ അവിടെ ഒരു സ്മൂത്ത് ആയിട്ട് തുടങ്ങിയാൽ കുറച്ചും കൂടെ നന്നാവും. ശരി ശരി, ഓക്കെ, ഡൺ. എന്റെ ഓരോ യാത്രകളിലും അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, റെഡി. എൻ്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന ശരിയല്ല, ഒന്നുകൂടെ. എൻ്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. ഒന്ന് കേൾക്കാം, എന്നിട്ട് നന്നാക്കാമെങ്കിൽ പിന്നെ നന്നാക്കാം. ഓക്കെ. എൻ്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. എനിക്ക് കുഴപ്പമില്ല, ഡയറക്ടർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഒരു സന്തോഷം വരണം, അപ്പൊ കണ്ട് ചിരിച്ചു വേണമെങ്കിൽ പറയാം. ശരി ശരി, ഓക്കെ. ഞാൻ മൊബൈലിൽ നോക്കിയാ പറഞ്ഞു, ഞാൻ വിഷ്വൽ നോക്കി പറയാം. എൻ്റെ ഓരോ യാത്രകളിലും ശരിയായില്ല, സോറി. സൗണ്ട് കിട്ടണം അല്ലേ? ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. എൻ്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. ഇത് കേൾക്കുമ്പോ തന്നെ ഞാൻ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ചിരിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവും. ശരി, ഓക്കെ. ചിരിച്ചോണ്ട് പറഞ്ഞു. ശരി, ഓക്കെ. യെസ്. എൻ്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. മറ്റേതിനെക്കാട്ടി നന്നായി. എൻ്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. ഓക്കെ, ഡൺ. അപ്പോൾ ഇത് ഞാൻ ഡബ്ബിങ് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളെ കാണിച്ചു തരാം. ഇതിന് കുറേ സമയം എടുക്കും, ഇപ്പം തന്നെ 5 മിനിറ്റ് ആയി. അങ്ങനെ ഇത്ര നേരം ഞാൻ ഇവിടെ വന്നിട്ട് ഇവർ പറഞ്ഞു തന്ന സംഭവങ്ങളൊക്കെ കേട്ടു. ഇനിയിപ്പോൾ അവര് ഒന്ന് പ്ലേ ചെയ്തേ കാണട്ടെ. ഓക്കെ. എത്ര കണ്ടാലും മതി വരാത്ത, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മൂന്നാറിന്റെ മലനിരകൾ ഒരുപാട് കാഴ്ചകൾ ഒളിപ്പിച്ച് എന്നെയും കാത്തിരിക്കുകയാണ്. ആ കാഴ്ചകൾ കാണാനുള്ള യാത്രയിലാണ് ഞാൻ. ഒപ്പം ഒരു കിട്ടിലൻ സർപ്രൈസും. അതൊന്ന് പ്ലേ ചെയ്ത സൗണ്ട് കേൾക്കട്ടെ. ഈ കേൾക്കാൻ പോകുന്ന സാധനം ഞാൻ ഇനി ഇവിടെ ഒന്ന് നോക്കി ഡബ് ചെയ്യണം. അതൊന്ന് പ്ലേ ചെയ്തേ കാണട്ടെ എന്തൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്, പുതിയ വിവോ V20. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ? അടിപൊളി. അപ്പോൾ ഇതാണ് അടുത്ത ചലഞ്ച്. ഇത്ര നേരം അവർ അവിടെ ബാക്കിലിരുന്ന് പറഞ്ഞു തന്ന സംഭവങ്ങൾ ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് വായിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് നോക്കി വായിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു വിഷ്വലിനകത്തുള്ള ആ ഒരു ലിപ്പ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് അതേപോലെ പറഞ്ഞു തരണം. പക്ഷേ വളരെ കംഫർട്ടബിളാണ്. ഇത് എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുഡ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡിസൈനാണ്. 7.38 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ്. എക്സ്ട്രാ ഓർഡിനറി റിയർ ഫോട്ടോഗ്രാഫിയാണ് V20യിലെ ഏറ്റവും മികച്ച മറ്റൊരു പ്രത്യേകത. കൂടാതെ 8 മെഗാ പിക്സലിന്റെ മൾട്ടി ഫംഗ്ഷൻ ക്യാമറയിലൂടെ മികച്ച വൈഡ് ആംഗിൾ ഇമേജസും മാക്രോ മോഡിലൂടെ 2.5 സെന്റിമീറ്റർ വരെ ക്ലോസ് ആയിട്ടുള്ള മാക്രോ ഇമേജുകളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒപ്പം നല്ല കിടുക്കൻ ബൊക്കെ എഫക്ട് ഇമേജുകളും എടുക്കാം. അത് മാത്രമല്ല 64 മെഗാ പിക്സൽ ക്യാമറയ്ക്കൊപ്പം 2 മെഗാ പിക്സൽ മോണോ ക്യാമറയുടെ സഹായത്തോടെ നമുക്ക് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള മോണോക്രോം എഫക്റ്റുകൾ ലഭ്യമാണ്. നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി. വിവോ V20യുടെ സൂപ്പർ നൈറ്റ് മോഡിലൂടെ 64 മെഗാ പിക്സൽ റിയർ ക്യാമറയും 44 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ലോ ലൈറ്റിലും രാത്രി. എന്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം.
പച്ചപ്പും ഹരിതാപവും വൈവിധ്യമാർന്ന രുചികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അഭിമാനിക്കാം. മലകൾ ഇറങ്ങി വരുന്ന കോടയും നീലക്കുറിഞ്ഞിയും വരയാടുകളും മഞ്ഞുതുള്ളികൾ വീണുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും. അങ്ങനെ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വന്നിട്ട് നമ്മളുടെ സുബൈർ ഇവിടെ ഇരുന്ന് സുബൈറിന്റെ കലാവിരുതുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്താണ് സുബൈർ ഈ സംഭവങ്ങളൊക്കെ? നമ്മളെടുത്ത് വേവ്സോ? ഇതൊക്കെയാണോ ഞാൻ സംസാരിച്ചത്? ദൈവമേ, ഇതിനകത്ത് ഏതാ എടുക്കുന്നത്? യെല്ലോ ആണ്. ആ, സുജിത്തിന്റെ സൗണ്ട് യെല്ലോ. അതെ, ഓക്കെ. ആ യെല്ലോ ആണ് ഒറിജിനൽ ട്രാക്ക് ആണോ? അല്ല, നമ്മൾ സെലക്ട് ചെയ്ത ട്രാക്ക്. അങ്ങനെ കുറെ ഉണ്ട് ഇതിനകത്തല്ലേ? അടിപൊളി. ഒന്ന് പ്ലേ ചെയ്തേ. മ്യൂസിക് ഇട്ട് കേൾക്കാം. എന്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. പച്ചപ്പും ഹരിതാപവും വൈവിധ്യമാർന്ന രുചികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അഭിമാനിക്കാൻ. മലകൾ ഇറങ്ങി വരുന്ന കോടയും നീലക്കുറിഞ്ഞിയും വരയാടുകളും മഞ്ഞുതുള്ളികൾ വീണുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും അതിനുള്ളിലൂടെയുള്ള യാത്രയും അങ്ങനെ അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഡിസൈനാണ്. സോ ഇത് ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്കറിയാം, ക്യാമറകളിൽ എപ്പോഴും പ്രത്യേകതകൾ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ് വിവോ. അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ പിന്നിൽ എന്താ പറയാ നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ പറയാൻ. ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ സുബൈർ ആണ് ഇവിടെ എന്റെ ആദ്യമായിട്ടുള്ള ഡബിങ് ഇവിടെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. പട്ടാമ്പിയാണ് സ്ഥലം, പട്ടാമ്പിക്കാരനാണ്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു. സൗണ്ട് എഞ്ചിനീയർ, അതാണ് നിങ്ങളുടെ പോസ്റ്റ് അല്ലേ? എന്തായാലും സൗണ്ട് എഞ്ചിനീയർമാര് കുറെ പേരെ അറിയാം, പക്ഷെ അവര് ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നല്ല കട്ടപ്പണിയല്ലേ? പക്ഷെ നിങ്ങൾ യൂസ്ഡ് ആയിരിക്കും. അതിനകത്ത് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ കയറുന്ന എന്നെ പോലുള്ള ആൾക്കാരെ കംഫർട്ടബിൾ ആക്കിയിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കയറിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കയറിയിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കി നിർത്താന്ന് പറയുന്നത്. പക്ഷെ പുള്ളി ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചു അല്ലേ? അതെ, ഞാനൊന്ന് അടിപൊളിയായിട്ട് ചെയ്തു. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നില്ല. ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നമ്മുടെ ഡയറക്ടറും ഫോട്ടോഗ്രാഫറെയും വീണ്ടും നമുക്ക് വിളിക്കാം. ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ എല്ലാം അല്ലേ? സിനിമാറ്റോഗ്രാഫർ, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പൊ ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരുടെ പുറകെ കൂട്ടത്തിൽ വേറെ ആളുകൾ, ഒത്തിരി ആൾക്കാരുണ്ട്. ശരിക്കും ഞാൻ ആ ഒരു സംഭവം കൂടെ ഞാൻ വ്ളോഗ് ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ വക്കീൽ ബ്രോ, അതേപോലെ തന്നെ നമുക്ക് ഡ്രോൺ പറത്തി സഹായിച്ച നമ്മുടെ അരുൺ അല്ലേ? അരുൺ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അരുണിനെ കാണാൻ ഇനിയും പോകുന്നുണ്ട്. ഈ നിൽക്കുന്ന ആളാണ് എടുത്തു പറയേണ്ട മറ്റൊരു താരം. ഹിസ് നെയിം ഈസ് അബിൻ ആണ് നമ്മുടെ ആക്ച്വലി ഈ ഒരു ആഡ് ഫിലിം ഡയറക്ട് ചെയ്തത്. അബിൻ ബേസിക്കലി ഒരു ഡയറക്ടറാണ്, ആർട്ട് ഫിലിം മേക്കർ ആണ്. അബിൻ കുറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അബിൻ ചെയ്ത പരസ്യങ്ങൾ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൈജിയുടെ പരസ്യമൊക്കെ എന്തായാലും ഈ ഒരു നമ്മളിപ്പം ചെയ്തിരിക്കുന്ന ഈ ഒരു വിവോ V20യുടെ ഈ ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഓൾറെഡി പറയണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ അനിലിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് മഹീന്ദ്ര താറിന്റെ ലോഞ്ചിന്റെ സമയത്ത് ആ ഒരു ഇവന്റ് കവർ ചെയ്യാൻ വന്നത് അനിലാണ്. അന്നേരം അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നീടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതും നമ്മളിങ്ങനെ വന്ന് പോയി ചെയ്തതും. നിങ്ങളൊരു ക്രൂ ഉണ്ട്. നിങ്ങളുടെ ക്രൂവിൽ അന്ന് ഷൂട്ടിനുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? ഒന്ന് എന്റെ അസിസ്റ്റൻസ് 3 പേരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രൊഡക്ഷനിൽ ആളുണ്ടായിരുന്നു, അസോസിയേറ്റ് ഡയറക്ഷൻ അസോസിയേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 8 പേരുടെ ഫുൾ ക്രൂ ഉണ്ടായിരുന്നു മൊത്തം. അത് കോവിഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു ചെറിയ ക്രൂവിലേക്ക് ഒതുങ്ങി. 5 പേര് പരമാവധി ഉണ്ടായിരുന്നു. ഒരു ഷൂട്ട് എന്ന് പറയുമ്പോൾ ഒരു മിനിമം 100 പേരുണ്ടാവും. അതെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെ പറ്റിയൊക്കെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി കാണത്തില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഡബ്ബിംഗ് സ്റ്റേജ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതിന് മുമ്പായിട്ട് ഇവർ ഈ മൊത്തം എടുത്ത വിഷ്വൽസ് കംപ്ലീറ്റ്, ഒരു ദിവസം ഫുള്ള് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് കംപ്ലീറ്റ് എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അത് വെച്ചിട്ട് നമ്മൾ ഡബ് ചെയ്ത് ഇനി എന്താണ് ഇനി ഇതിനകത്തെ പരിപാടികൾ? ഇപ്പൊ എഡിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂസിക്കും അതിന്റെ ഒപ്പം തന്നെ സൗണ്ട് എഫക്ട്സ് എല്ലാം ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മളിത് ഗ്രേഡിങ്ങിന് പോകും. അവിടെയാണ് ഇതിനെ കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്ത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ മ്യൂസിക് ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ്? അല്ല, മ്യൂസിക് നമ്മൾ സിനിമയൊക്കെ ചെയ്യുന്ന അലോഷി എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സും ജിക്കും. ശരിക്കും ഈ ഒരു 2-3 മിനിറ്റ് നേരത്തെ ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്യാനായിട്ട് എത്ര സമയം വേണമല്ലേ? അതെ, നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് 5-6 ദിവസം മുമ്പ് ഞങ്ങൾ വന്ന് 2 ദിവസം ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അതിനു മുമ്പ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പരസ്യത്തിന് വേണ്ടി ഒരു 20 ദിവസം നമ്മൾ അതിന്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്യാമറ ഓണാക്കി നിന്ന് 20 മിനിറ്റ് സംസാരിച്ച് 20 മിനിറ്റ് കണ്ടന്റായി ഒരു വീഡിയോ നമ്മളത് എഡിറ്റ് ചെയ്ത് 1.5 മണിക്കൂർ കൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ആ ഒരു പ്രൊഫഷണൽ 30 സെക്കൻഡ് പരസ്യം ചെയ്യാൻ 30 ദിവസം അതാണ് അതിന്റെ ക്വാളിറ്റിയും വിജയവും അതിന്റെ പിന്നിലെ എഫേർട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിലും ചെയ്യാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. തുടർന്നും പരസ്യങ്ങൾ ഇഷ്ടംപോലെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങൾക്ക് സുജിത് ഭക്തൻ കാണുന്നതല്ല, നല്ലൊരു ആക്ടർ കൂടിയാണ്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായി. അല്ലല്ല, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമുക്ക് അഭിനയിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഇവർ നമ്മളെ കൊണ്ട് അഭിനയിപ്പിച്ച് ക്യാമറമാനും ഡയറക്ടറും കൂടെ നമ്മളെ വളരെ അടിപൊളിയാക്കി സംഭവങ്ങൾ എടുക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല കേട്ടോ, അഭിനയം വേറൊരു രീതിയാണ്, നമുക്ക് അതൊന്നും അറിയത്തില്ല. അവർ പറഞ്ഞ പോലൊക്കെ ഞാൻ ചെയ്തു, അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളും എന്താ പറയുക, അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. എൻ്റെ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നാടാണ് കേരളം. പച്ചപ്പും ഹരിതാപവും വൈവിധ്യമാർന്ന രുചികളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അഭിമാനിക്കാം. മലകൾ ഇറങ്ങി വരുന്ന കോടയും നീലക്കുറിഞ്ഞിയും വരയാടുകളും മഞ്ഞുതുള്ളികൾ വീണുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും അതിനുള്ളിലൂടെയുള്ള യാത്രയും, അങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. എത്ര കണ്ടാലും മതിവരാത്ത, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മൂന്നാറിൻ്റെ മലനിരകൾ ഒരുപാട് കാഴ്ചകൾ ഒളിപ്പിച്ച് എന്നെയും കാത്തിരിക്കുകയാണ്. ആ കാഴ്ചകൾ കാണാനുള്ള യാത്രയിലാണ് ഞാൻ. ഒപ്പം ഒരു കിട്ടിലൻ സർപ്രൈസും. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്, പുതിയ വിവോ V20. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ? ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡിസൈനാണ്. 7.38 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അതുകൊണ്ട് തന്നെ വളരെ സ്ലിം ആയിട്ടുള്ള ട്രെൻഡി ഫോണാണ്. സോ ഇത് ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്കറിയാം, ക്യാമറകളിൽ എപ്പോഴും പ്രത്യേകതകൾ കൊണ്ടുവരുന്നൊരു ബ്രാൻഡാണ് വിവോ. ഈ V20യിലും ഒരു വലിയ പ്രത്യേകതയുണ്ട്. 44 മെഗാപിക്സൽ ഐ ട്രാക്കിങ്ങോട് കൂടിയ സെൽഫി ക്യാമറയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഐ ഓട്ടോ ഫോക്കസിലൂടെ ഫോക്കസ് നഷ്ടപ്പെടാതെ ഹൈ ഡെഫിനിഷനിൽ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് 4K സെൽഫി വീഡിയോസും റെക്കോർഡ് ചെയ്യാം. ഡ്യുവൽ ക്യാമറ ഫീച്ചർ, അതായത് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരേ സമയം 2 ഭാഗത്തെ വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് വ്ളോഗേഴ്സിന് അല്ലെങ്കിൽ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. എക്സ്ട്രാ ഓർഡിനറി റിയർ ഫോട്ടോഗ്രാഫിയാണ് V20യിലെ ഏറ്റവും മികച്ച മറ്റൊരു പ്രത്യേകത. കൂടാതെ 8 മെഗാപിക്സലിൻ്റെ മൾട്ടി ഫംഗ്ഷൻ ക്യാമറയിലൂടെ മികച്ച വൈഡ് ആംഗിൾ ഇമേജസും മാക്രോ മോഡിലൂടെ 2.5 സെൻറ്റിമീറ്റർ വരെ ക്ലോസ് ആയിട്ടുള്ള മാക്രോ ഇമേജുകളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒപ്പം നല്ല കിടുക്കൻ ബൊക്കെ എഫക്റ്റ് ഇമേജുകളും എടുക്കാം. അതുമാത്രമല്ല, 64 മെഗാപിക്സൽ ക്യാമറയ്ക്കൊപ്പം 2 മെഗാപിക്സൽ മോണോ ക്യാമറയുടെ സഹായത്തോടെ നമുക്ക് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള മോണോക്രോം എഫക്റ്റുകൾ ലഭ്യമാണ്. നമ്മുടെ സാധാരണ ഫോണുകളിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി. വിവോ V20യുടെ സൂപ്പർ നൈറ്റ് മോഡിലൂടെ 64 മെഗാപിക്സൽ റിയർ ക്യാമറയും 44 മെഗാപിക്സൽ സെൽഫി ക്യാമറയും ലോ ലൈറ്റിലും രാത്രി സമയത്തും വളരെ മികവുറ്റ ചിത്രങ്ങൾ നൽകാൻ കഴിവുള്ളവയാണ്. അതുകൊണ്ട് തന്നെ സ്ലിം ഡിസൈനും മികച്ച ക്യാമറ ഫീച്ചറുകളും ബാറ്ററി ലൈഫുമുള്ള വിവോ V20 എല്ലാവർക്കും ഒരേപോലെ പരിഗണിക്കാവുന്ന ഒരു അടിപൊളി മോഡലാണ്. മൂന്നാറിൻ്റെ കാഴ്ചകൾ എൻ്റെ മനസ്സിലും വിവോ V20യിലും പകർത്തി എൻ്റെ യാത്രകൾ ഇവിടെ തുടരുന്നു. ദിസ് ഈസ് സുജിത് ഭക്തൻ, സൈനിങ് ഓഫ്.